ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? ലിങ്കിങ് വേർഡ്സിനെ കുറിച്ചാണ്. ലിങ്കിങ് വേർഡ്സിന് വേറൊരു പേരുണ്ട്. എങ്ങനെയാ അതിനെ കുറിച്ച് പറയും? കണക്റ്റേഴ്സ് എന്ന് പറയും. എങ്ങനെ പറയും? കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസിഷണൽ വേർഡ്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്തിനെ കുറിച്ച് നോക്കാം? ലിങ്കിങ് വേർഡ്സിന്റെ ഡെഫിനിഷനെ കുറിച്ച് നോക്കാം. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? ഓൾസോ നോൺ ആസ് ട്രാൻസിഷണൽ വേർഡ്സ് ഓർ കണക്റ്റേഴ്സ്. They are words or phrases used in English grammar to connect and organize ideas within a sentence, paragraph, or a text. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്? ലിങ്കിങ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ്? രണ്ട് സംഗതികളെ എന്താക്കുന്നതാണ്? ലിങ്ക് ചെയ്യുന്നതാണ് എന്ത്. സോ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ദേ ആർ വേർഡ്സ് ഓർ ഫ്രേസസ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ ടു കണക്ട് ആൻഡ് ഓർഗനൈസ് ഐഡിയാസ് വിത്തിൻ എ സെന്റൻസ്. ഒരു സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും? ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യും? പാരഗ്രാഫിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ. അതായത് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയിൽ, ലാംഗ്വേജിൽ നമ്മൾ പല കാര്യങ്ങളെയും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലിങ്കിങ് വേർഡ്സ്. ഈ ലിങ്കിങ് വേർഡ്സിന്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മളെ പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഷോർട്ടായിട്ട് അവതരിപ്പിക്കാൻ എന്ത് സഹായിക്കും? ലിങ്കിങ് വേർഡ്സ് സഹായിക്കും. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? ഇറ്റ് ലിങ്കിങ് വേർഡ്സ് ഹെൽപ്സ് ടു ക്രിയേറ്റ് സ്മൂത്ത് ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. എന്തിനെ ഹെൽപ്പ് ചെയ്യും? സ്മൂത്ത് ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷന് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഇത് ലിങ്കിങ് വേർഡ്സ് പിന്നെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? മേക്ക് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് പീസസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യും? ലിങ്കിങ് വേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ ലിങ്കിങ് വേർഡ്സ്, ഇത് അത്യാവശ്യം കുറച്ചധികം എന്തുണ്ട് ലിങ്കിങ് വേർഡ്സ് നമുക്ക് എക്സാമിന്, കേട്ടറ്റ് എക്സാം അതുപോലെ UPSC എന്തുണ്ടാവും? കുറച്ചധികം എന്തുണ്ടാവും? ലിങ്കിങ് വേർഡ്സ് നമ്മളോട് ചോദിക്കും. സോ നമുക്ക് കുറച്ച് ലിങ്കിങ് വേർഡ്സിന്റെ എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലിങ്കിങ് വേർഡ്സ് ആണ് എന്ത്? അഡിഷൻ. അഡിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലസ്, എന്തെങ്കിലും ഒന്നിനോട് കൂട്ടുന്ന രീതിയിലുള്ള അഡിഷൻ ബേസ്ഡ് ലിങ്കിങ് വേർഡ്സ് ആക്ട് ആസ് എ ബ്രിഡ്ജ്. എന്താണ് ഈ അഡിഷൻ ബേസ്ഡ് ലിങ്കിങ് വേർഡ്സ്? എന്തായിട്ട് ആക്ട് ചെയ്യും? ആക്ട് ആസ് എ ബ്രിഡ്ജ്. ദേ ടെൽ ദ റീഡർ വെയിറ്റ് ദർ ഇസ് മോർ. റീഡറോട് എന്താണ് പറയുന്നത്? അതിൽ കുറച്ചുകൂടി ഉണ്ട് എന്നുള്ള ഒരർത്ഥം വരുന്നതാണ്. വിത്തൗട്ട് മേക്കിംഗ് ദ സെന്റൻസ് ലൈക്ക് എ റിപ്പറ്റീവ് ലിസ്റ്റ്. അപ്പൊ ഈ അഡിഷൻ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുന്നതോടുകൂടി എന്താക്കാൻ പറ്റും? നമുക്ക് സെന്റൻസിനെ കറക്റ്റ് ആയിട്ട് എന്താക്കാൻ പറ്റും? ഷോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ലിങ്കിങ് വേർഡ്സിന്റെ ഒരു ഉപകാരം. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് അഡീഷനിൽ വരുന്ന ലിങ്കിങ് വേർഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? ഫർദർ മോർ. ഫർദർ മോർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ കുറച്ചുകൂടി എന്നുള്ള അർത്ഥമാണ്. എല്ലാ വേർഡ്സ് ഈ അഡീഷനിൽ വരുന്ന എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള അർത്ഥം എന്താ? കുറച്ചുകൂടി. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം, എക്സാമ്പിൾ നോക്കാം. ദ ന്യൂ സോഫ്റ്റ്വെയർ റെഡ്യൂസസ് പ്രോസസ്സിംഗ് ടൈം ബൈ 30%. അതായത് സോഫ്റ്റ്വെയർ ടൈം, ഈ സോഫ്റ്റ്വെയർ എന്താക്കുന്നത്? അതിന്റെ സ്പീഡ് എന്താക്കുന്നത്? 30% എന്താക്കുന്നത്? പ്രോസസ്സിംഗ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തും ചെയ്യുന്നുണ്ട്? ഫർദർ മോർ ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഓട്ടോമേറ്റഡ് ബാക്കപ്പ് ഫീച്ചർ. ഇതിനൊന്നും കൂടാതെ സ്പീഡ് കൂടുന്നത് പോരാഞ്ഞിട്ട് എന്തും ഇതിൽ അവൈലബിലിറ്റി ഉണ്ട്, അതിന് ബാക്കപ്പ് ഫീച്ചർ ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന ഫർദർ മോർ എന്ന് വെച്ചാൽ എന്താർത്ഥാണ് ഇവിടെ വരുന്നത്? അഡീഷണൽ. നെക്സ്റ്റ് ആണ് എന്ത്? മോർ ഓവർ. മോർ ഓവർ എന്ന് വെച്ചാൽ ഇതിനെയും കൂടാതെ എന്നുള്ളത്, ഇത് അതിലുപരി എന്നുള്ള അർത്ഥമാണ് മോർ ഓവറിന് വരുന്നത്. എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ കാൻഡിഡേറ്റ്സ് ഹാസ് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ്. അതായത് കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്? നല്ല അടിപൊളിയായിട്ടുള്ള ദീർഘമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കറ്റിംഗ്. അതിലുപരി എന്തുണ്ട്? മോർ ഓവർ ഷീ ഈസ് ഫ്ലുവന്റ് ഇൻ 3 ലാംഗ്വേജസ്. മാർക്കറ്റിംഗിൽ അടിപൊളിയാണ്, അതിന്റെ കൂടെ തന്നെ എന്ത്? 3ഓളം ലാംഗ്വേജസും എന്താണ്? അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഇൻ അഡീഷൻ ടു. ഇൻ അഡീഷൻ ടു എന്ന് വെച്ചാൽ എന്താണ്? സെയിം മീനിങ് തന്നെയാണ്, അതിന്റെ കൂടെ എക്സ്ട്രാ എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദി ബഡ്ജറ്റ് കട്ട്സ്. അപ്പോൾ ഇൻ അഡീഷൻ ഫസ്റ്റ് വന്ന് ടു ദി ബഡ്ജറ്റ് കട്ട്സ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫേസിങ് എ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ്. അതായത് ഇവർക്ക് എന്താണ്? ബഡ്ജറ്റിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, അതിന്റെ കൂടെ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്? അവിടെ സ്റ്റാഫ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. നെക്സ്റ്റ് ആണെന്ത്? ഓൾസോ. ഓൾസോ എന്ന് വെച്ചാൽ എന്താണ്? അതിനെ അഡീഷണലി എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ഹി ഓൾസോ
ഹി ലൈക്സ് ചോക്ലേറ്റ്, അവന് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അതിനെ കൂടാതെ എന്താണ്, ഓൾസോ ഹി എൻജോയ്സ് ഐസ്ക്രീം, അതായത് ചോക്ലേറ്റ് മാത്രമല്ല ഇഷ്ടം, അതിനെ കൂടാതെ അതിന്റെ കൂടെ തന്നെ എന്ത് ഇഷ്ടമാണ്, ഐസ്ക്രീം ഇഷ്ടമാണ്. സോ ഇത്രയാണ് അഡിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ലിങ്കിങ് വേർഡ്സ് വരുന്നത്. സോ ഇത്രയാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് സാധനത്തിനെ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, കമ്പാരിസൺ. സോ അതിന്റെ നോക്കാം. ദിസ് വേർഡ് ഹെൽപ്പ് യു ടു കമ്പയർ ടു ഓർ മോർ തിങ്സ്. ഈ കമ്പാരിസൺ വരുന്ന ലിങ്കേഴ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, രണ്ട് വേർഡ്സിനെ കമ്പയർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം, ലൈക്ക് വൈസ്. ഹി എൻജോയ്സ് ഹൈക്കിംഗ്, ലൈക്ക് വൈസ് ഷീ ലൈക്സ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അതായത് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാണ്. എന്താണ്, അവന് എന്താണ് ഇഷ്ടം, ഹൈക്കിംഗ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവക്ക് എന്താണ് ഇഷ്ടം, ലൈക്ക് വൈസ് എന്താണ്, അവക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. സോ നെക്സ്റ്റ് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. എന്താണ്, കമ്പയർഡ് ടു, രണ്ടാമത് നോക്കുക, കമ്പയർഡ് ടു. സോ എന്താണ്, കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ദ സെയിൽസ് ഹാവ് ഡിക്രീസ്ഡ്. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ വർഷം സംഭവിച്ചത്, സെയിൽസ് ഒക്കെ എന്താണ്, ഡൗൺ ആണ്. നെക്സ്റ്റ് ആണ് സിമിലർലി, ജോൺ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ സിമിലർലി കമ്പയർ ചെയ്യാണ് ജോണിന്. എന്താണ്, ജോണ് ഇംഗ്ലീഷിൽ അടിപൊളിയാണ്, എന്നാലും സിമിലർലി ഹിസ് സിസ്റ്റർ എക്സൽസ് ഇൻ മാത്സ്. അവന്റെ സിസ്റ്റർ എന്താണ്, ജോണിനെ പോലെ എന്തിലാണ് എക്സൽ ചെയ്യുന്നത്, മാത്സിലാണ് എക്സൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ജസ്റ്റ് ആസ്. ജസ്റ്റ് ആസ് എന്ന് വെച്ചാൽ അതൊരു കമ്പാരിസൺ ആണ്. എങ്ങനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്, ഹി ഈസ് ടാലന്റഡ് മ്യൂസിഷ്യൻ, അവനൊരു ടാലന്റഡ് മ്യൂസിഷ്യനാണ്. ഏതുപോലെ, ജസ്റ്റ് ആസ് ഹിസ് ഫാദർ വാസ്, അവന്റെ ഫാദർ പോലെ തന്നെ എന്താണ്, അവനൊരു ടാലന്റഡ് മ്യൂസിഷ്യൻ. സോ ഇത്രയാണ് എന്തിൽ വരുന്ന, കമ്പാരിസണിൽ വരുന്ന ലിങ്കേഴ്സ് ആയിട്ട് വരുന്നത്. നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ദിസ് വേർഡ് ഷോ എ ഡിഫറൻസ് ഓർ ഓപ്പോസിഷൻ ബിറ്റ്വീൻ ടു ഐഡിയാസ്. രണ്ട് ഐഡിയാസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ കാട്ടുന്നത്, കോൺട്രാസ്റ്റിൽ കണ്ടത്. കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. സോ ഫസ്റ്റ് വേർഡ് നോക്കാം, ഹൗ എവർ. ഹൗ എവർ എന്ന് വെച്ചാൽ എന്താണ്, എങ്കിലും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എങ്ങനെ, എങ്കിലും. എങ്കിലും എന്ന് വെച്ചാൽ എന്താണ്, ദ വെദർ വാസ് ബാഡ് ഹൗ എവർ, കാലാവസ്ഥ വളരെ മോശമായിരുന്നു, എങ്കിലും എന്താണ്, വി സ്റ്റിൽ വെന്റ് ഫോർ എ വാക്ക്, എന്നാലും എന്തിനു പോയി, ഒരു വാക്കിന് പോയി. നെക്സ്റ്റ് എന്താണ്, ഓൾദോ ഇറ്റ് വാസ് റെയിനിങ് ഷീ ഡിഡ്ന്റ് യൂസ് എ നമ്പർല. സെയിം മീനിങ് ആണ് വരുന്നത്, എങ്കിലും എന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ്, ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്, അവിടെ റെയിൻ ഉണ്ടെങ്കിലും എന്താണ്, അവള് മഴ ഉണ്ടെങ്കിലും അത് വകവെക്കാതെ എന്തിനു പോയി, അംബർല ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ആണ് ഓൺ ദി അതർ ഹാൻഡ്, he loves the city life. On the other hand, his wife prefers the countryside. അയാൾക്ക് എവിടെയായിരുന്നു ഇഷ്ടം, സിറ്റി ലൈഫാണ് ഇഷ്ടം. എങ്കിലും അല്ലെങ്കിൽ എന്നാലും എന്താണ്, ഹിസ് വൈഫ് പ്രഫേഴ്സ് ദ കൺട്രി സൈഡ്, അവന്റെ വൈഫിന് എന്താണ് ഇഷ്ടം, ഗ്രാമത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. നെക്സ്റ്റ് ഇൻ കോൺട്രാസ്റ്റ്. അതായത് ഇൻ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. എങ്ങനെയാണ്, സമ്മർ ഈസ് ഹോട്ട്. സമ്മർ എന്താണ്, വേനൽക്കാലം നല്ല ഹോട്ടാണ്. ആൻഡ് സണ്ണി, നല്ല ചൂടും നല്ല വെയിലുമാണ്. ഇൻ കോൺട്രാസ്റ്റ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ഇൻ കോൺട്രാസ്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്, വിന്റർ ഈസ് കോൾഡ് ആൻഡ് സ്നോയി. അതായത് വേനൽക്കാലത്ത് നല്ല ചൂടാണെങ്കിൽ വിന്ററിൽ എന്താണ്, നല്ല അടിപൊളി തണുപ്പാണ്. സാൻഡ് എഫക്റ്റ്. കോസ് എന്ന് വെച്ചാൽ എന്താ, കാരണം. കോസ് എന്ന് വെച്ചാൽ കാരണം, എഫക്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട്. സോ ഒരു കാര്യകാരണ സഹിതം എന്താണ്, അതിനെ കുറിച്ചാണ് ഈ ലിങ്കേഴ്സ് പറയുന്നത്. ദിസ് വേർഡ് ഷോ എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐഡിയാസ്. രണ്ട് സംഭവങ്ങളെ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ്, അത് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് ആണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഏതാണ്, therefore എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഈസ് ലേറ്റ്, ഞാൻ എന്തായി, ലേറ്റ് ആയി. അതുകൊണ്ട് എന്താണ്, therefore I must leave now. ലേറ്റ് ആയതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ എന്താണ്, നിർബന്ധമായിട്ട് പോകണം. നെക്സ്റ്റ് ആണ് കോൺസിക്വന്റ്ലി. കോൺസിക്വന്റ്ലി എന്ന് വെച്ചാൽ അതുകൊണ്ട്, അതിന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഇത് കോൺസിക്വന്റ്ലി. ഷീ ഡിഡ്ന്റ് സ്റ്റഡി, അവള് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, കോൺസിക്വന്റ്ലി ഷീ ഫെയിൽഡ് ദ എക്സാം. അവള് പഠിക്കാത്തത് കൊണ്ട് അവൾ എന്തായി, എക്സാമിൽ പരാജയപ്പെട്ടു. നെക്സ്റ്റ് ആണ് ആസ് എ റിസൾട്ട്. അതിന്റെ
ഫലം എന്താണ്, അങ്ങനെയുള്ള ഒരർത്ഥമാണ് വരുന്നത്. ഹി ഡിഡിൻ പേ അറ്റൻഷൻ ഇൻ ക്ലാസ് ആസ് എ റിസൾട്ട്, അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ആസ് എ റിസൾട്ട് ഹി ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. അതിന്റെ റിസൾട്ട് എന്തായി? അതുകൊണ്ട് എന്തായി? അവന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് കാരണം അവന് എന്തായി? ടോപ്പിക്ക് മനസ്സിലായില്ല. ഫോർത്ത് വൺ നോക്കാം. ബിക്കോസ്. ബിക്കോസ് എന്ന് വെച്ചാൽ അതുകൊണ്ട്, കാരണം. ബിക്കോസ് ഓഫ് എന്ന് വെച്ചാൽ അതുകൊണ്ട്. ഹി സ്റ്റേഡ് അപ്പ് ലേറ്റ്. എന്തുകൊണ്ട്? അതുകൊണ്ട് എന്തായി? ഹി ഹാഡ് ടു ഫിനിഷ് ഹിസ് പ്രോജക്റ്റ്. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ലേറ്റ് ആയിട്ട് എണീറ്റ് നിന്നത്? എന്തുകൊണ്ടാണ്? അവന് ആ പ്രൊജക്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, കോസ് ആൻഡ് എഫക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കേഴ്സ് വരുന്നത്. നെക്സ്റ്റ് ടൈം. ഫസ്റ്റ് വൺ നോക്കാം. എന്താണ്? മീൻ വൈൽ. മീൻ വൈൽ എന്ന് വെച്ചാൽ ഐ വാസ് കുക്കിംഗ് ഡിന്നർ. മീൻ വൈൽ ഐ വാസ് സെറ്റിംഗ് ദ ടേബിൾ. അപ്പൊ മീൻ വൈൽ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അർത്ഥം എന്താണ്? അതിനിടയിൽ. അതായത് ഐ വാസ് കുക്കിംഗ് ഡിന്നർ, ഞാൻ അവിടെ എന്തായിരുന്നു? ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ എന്ത് സംഭവിച്ചു? ഹി വാസ് സെറ്റിംഗ് ദ ടേബിൾ. അവൻ എന്താണ് ചെയ്തത്? അവന് ടേബിൾ സെറ്റ് ചെയ്തു. അടുത്തതാണ് എന്ത്? ആഫ്റ്റർ വേർഡ്സ്. ആഫ്റ്റർ വേർഡ്സ് എന്ന് വെച്ചാൽ അതിനുശേഷം. ഷീ വെന്റ് ടു ദി മാർക്കറ്റ്. അവള് മാർക്കറ്റിലേക്ക് പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ആഫ്റ്റർ വേർഡ്സ് ഷീ വിസിറ്റഡ് ഹെർ ഫ്രണ്ട്സ്. അവൾ ആദ്യം മാർക്കറ്റിലേക്ക് പോയി, അതിനുശേഷം എന്താക്കി? അവളുടെ ഫ്രണ്ടിനെ അവള് വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് എന്ത്? ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി. ഇത് ഈസി അല്ലേ? എന്താ? ആദ്യം, രണ്ടാമത്, മൂന്നാമത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഫസ്റ്റ്ലി വി നീഡ് ടു ഗ്യാദർ ദ ഇൻഗ്രീഡിയൻസ്. ആദ്യം എന്ത് വേണം? ഇൻഗ്രീഡിയൻസ് ഗ്യാദർ ചെയ്ത്. എന്നിട്ട് രണ്ടാമത് എന്ത് ചെയ്തു? സെക്കൻഡ്ലി വി ഹാവ് ടു പ്രിപ്പയർ ദ സോസ്. രണ്ടാമത് എന്താണ് ചെയ്തത്? നമുക്ക് സോസ് ഉണ്ടാക്കണം. മൂന്നാമതോ? തേർഡ്ലി വി വിൽ കുക്ക് ദി പാസ്ത. മൂന്നാമതായിട്ട് അവൾ എന്ത് ചെയ്ത്? പാസ്ത ഉണ്ടാക്കി. ഇവഞ്ച്വലി ഹി വർക്ക്ഡ് ഹാർഡ് ഇവഞ്ച്വലി അച്ചീവ്ഡ് ഹിസ് ഗോൾ. അപ്പൊ ഇവഞ്ച്വലിന്റെ അർത്ഥം എന്താ? ഒടുവിൽ എന്നുള്ള അർത്ഥമാണ്. എന്ത്? ഒടുവിൽ എന്നുള്ള അർത്ഥമാണ് എന്ത്? ഇവഞ്ച്വലി. അപ്പൊ എന്താണ്? ഇവഞ്ച്വലി ഹി വർക്ക്ഡ് ഹാർഡ്. അവന് ശക്തമായിട്ട് അധ്വാനിച്ച് ഒടുവിൽ എന്ത് സംഭവിച്ച്? അവസാനം അവൻ എന്തായി? അവന്റെ ഗോൾ എന്തായി? അച്ചീവ് ചെയ്യാൻ പറ്റി. സോ നെക്സ്റ്റ് ആണ് പർപ്പസ്. പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷ്യം. ഒരു പർപ്പസ് ഉണ്ടാവണം എന്ന് പറയും. അപ്പൊ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കേഴ്സ് നമുക്ക് നോക്കാം. ദിസ് വേർഡ് എക്സ്പ്രസ് ദ പർപ്പസ് ഓർ റീസൺ ഫോർ സംതിങ്. എന്തെങ്കിലും ഉള്ള ഒരു റീസൺ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പർപ്പസ്, ഉദ്ദേശം എന്നുള്ള മീനിങ് വരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് വൺ ടു. ഐ വെന്റ് ടു ദി സ്റ്റോർ ടു ബൈ സം ഗ്രോസറീസ്. അവന് സ്റ്റോറിലേക്ക് എന്തിനാണ് പോയത്? എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ടു ബൈ സം ഗ്രോസറീസ്. നെക്സ്റ്റ് ആണ് ഇൻ ഓർഡർ ടു. എന്തിനു വേണ്ടി എന്നുള്ള അർത്ഥമാണ് ഇൻ ഓർഡർ ടു എന്ന് വരുന്നത്. ഷീ സേവ്ഡ് മണി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു എന്തിന്? ടു ബൈ എ ന്യൂ കാർ. അവന് പുതിയൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്തത്? സേവ് ചെയ്തു. സോ ആസ് ടു എന്ന് വെച്ചാൽ എന്ത് അർത്ഥമാണ് വരുന്നത്? അങ്ങനെ എന്നുള്ള അർത്ഥമാണ്. എന്ത്? അങ്ങനെ. സോ എങ്ങനെയാണ്? ഈ വിസ്പേർഡ്. എന്തുകൊണ്ട്? അങ്ങനെ എന്തുകൊണ്ട്? നോട്ട് ടു വേക്ക് അപ്പ് ദി ബേബി. അവനെ വിസ്പർ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബേബിയെ എണീപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? വിസ്പർ ചെയ്യാൻ കാരണം എന്താണ്? അവനെ എണീപ്പിക്കാതിരിക്കാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് എന്ത്? സോ ആസ് ടു. ഈ വിസ്പേർഡ് സോ ആസ് ടു നോട്ട് ടു വേക്ക് അപ്പ് ദി ബേബി. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? അവൻ വിസ്പർ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബേബിയെ എണീപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് ഫോർ ദി പർപ്പസ് ഓഫ്. ഫോർ ദി പർപ്പസ് ഓഫ് എന്ന് വെച്ചാൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഷീ അറ്റൻഡഡ് ദ സെമിനാർ. അവള് സെമിനാർ അറ്റൻഡ് ചെയ്ത്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് ലേണിംഗ് ന്യൂ സ്കിൽസ്. അവൾക്ക് പുതുതായിട്ട് സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? ആ സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് പർപ്പസിൽ വരുന്ന ലിങ്കേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് എക്സാമ്പിൾ. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ദിസ് വേർഡ് ഇൻട്രൊഡ്യൂസ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ഇല്ലുസ്ട്രേറ്റ് യുവർ പോയിന്റ്. എന്താണ്? നമ്മളെ പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും? എക്സാമ്പിൾസ് യൂസ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് എന്ത്? ഫോർ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി. ഫസ്റ്റ് വൺ, ദർ ആർ മെനി കൺട്രീസ് ഇൻ ഏഷ്യ. ഫോർ എക്സാമ്പിൾ ചൈന ആൻഡ് ഇന്ത്യ. അതായത് ഏഷ്യയിൽ കുറെ കൺട്രീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഏതൊക്കെയാണ്? ചൈനയും ഇന്ത്യയും. സോ നെക്സ്റ്റ് സച്ച് ആസ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഐ ലൈക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ എനിക്ക് എന്തും ഇഷ്ടമാണ്?
ഹൈക്കിങ്ങും സ്വിമ്മിങ്ങും നീന്തലും മലകയറ്റവും എനിക്ക് എന്താണ് ഇഷ്ടമാണ്. നെക്സ്റ്റ് എന്താണ് ടു ഇല്ലിസ്ട്രേറ്റ്. ടു ഇല്ലിസ്ട്രേറ്റ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എന്നുള്ള അർത്ഥം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നു. ലെറ്റ് മീ ഗീവ് യു ആൻ എക്സാമ്പിൾ ടു ഇല്ലിസ്ട്രേറ്റ് മൈ പോയിന്റ്. ഞാൻ നിനക്കൊരു എക്സാമ്പിൾ തരട്ടെ എന്റെ പോയിന്റ് എന്താക്കാൻ ചൂണ്ടിക്കാണിക്കാൻ. നെക്സ്റ്റ് ഇൻ പെർട്ടിക്കുലർ, ഈ എൻജോയ്സ് ഔട്ട്ഡോർ സ്പോർട്സ് ഇൻ പെർട്ടിക്കുലർ സോക്കർ ആൻഡ് ടെന്നീസ്. അവനെന്താണ് ഔട്ട്ഡോർ സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ പ്രത്യേകിച്ച് എന്താണ് ഇൻ പെർട്ടിക്കുലർ എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് എന്നുള്ള അർത്ഥമാണ് സോക്കർ ആൻഡ് ടെന്നീസ്. ഫുട്ബോളും ടെന്നീസ് അവന് കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ്. നെക്സ്റ്റ് ആണ് സമ്മറി. ദിസ് സമ്മറി എന്ന് വെച്ചാൽ എന്താണ് മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്യാന്ന്. നെക്സ്റ്റ് ആണ് സമ്മറി. സമ്മറി എന്ന് വെച്ചാൽ എന്താണ് മൊത്തത്തിലുള്ള ടോട്ടൽ ഓവറോൾ വ്യൂ പ്രൊവൈഡ് ചെയ്യുക. ദിസ് വേർഡ്സ് ഹെൽപ്പ് ടു സമ്മറൈസ് ഓർ കൺക്ലൂഡ് യുവർ ഐഡിയാസ്. ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിച്ച് പറയാനാണ് ഇത് യൂസ് ചെയ്യുന്നത്, സമ്മറി പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻ കൺക്ലൂഷൻ. ഇൻ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ അവന് ഫൈനലായിട്ട് എത്തുന്ന ഒരു അർത്ഥാണ്, ഒരു വേർഡാണ് ഇൻ കൺക്ലൂഷൻ. ഐ വുഡ് ലൈക്ക് ടു താങ്ക് എവരി വൺ ഫോർ ദയർ സപ്പോർട്ട്. അവസാനമായിട്ട് പറയുകയാണെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണെന്ന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നെക്സ്റ്റ് ടു സം അപ്പ്. ടു സം അപ്പ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ പറയുകയാണെന്ന് ഒന്ന് അതിന്റെ ടോട്ടലായിട്ട് അതിനെ കുറിച്ച് പറയുകയാണെന്ന്. ടു സം അപ്പ് ദ മെയിൻ പോയിന്റ്സ് ആർ വെരി ഗുഡ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ അടിപൊളിയാണ്. നെക്സ്റ്റ് ഓവറോൾ. ഓവറോൾ എന്ന് വെച്ചാൽ എന്താണ് മൊത്തത്തിൽ ടോട്ടലായിട്ട് വരുന്നതാണ് ഇത് ഓവറോൾ. ഓവറോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. മൊത്തത്തിൽ എന്താണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയി. ഓൾ ഇൻ ആൾ സെയിം മീനിങ് ആണ്. ഇത് മൊത്തത്തിൽ എന്താണ് ആയിരുന്നു, ടോട്ടലായിട്ട് എന്തായിരുന്നു, ഇതൊരു സക്സസ്ഫുൾ ഇവന്റ് ആയിരുന്നു. നെക്സ്റ്റ് ആണ് എംഫസൈസ്. എംഫസൈസ് എന്ന് വെച്ചാൽ എന്താണ് ഒരു കാര്യത്തെ പ്രത്യേകിച്ച് ഊന്നി പറയുന്നത്. ദീസ് വേർഡ്സ് ഹൈലൈറ്റ് ഓർ എംഫസൈസ് എ പെർട്ടിക്കുലർ പോയിന്റ്. എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിന് എന്താണ് ശക്തമായിട്ട് ഊന്നി പറയുന്നതാണെന്ത് എംഫസൈസ് ചെയ്യാന്ന് വെച്ചാൽ. സോ ഫസ്റ്റ് വൺ ആണ് ഇൻഡീഡ് ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇൻഡീഡ് ബട്ട് ഹി മാനേജ് ടു കംപ്ലീറ്റ് ഇറ്റ്. അതായത് ആ ടാസ്ക് എന്തായാലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, എന്നാലും എന്താണ് ഇൻഡീഡ് എന്നിട്ട് പോലും എന്താണ് ബട്ട് ഹി മാനേജ് ടു കംപ്ലീറ്റ് ഇറ്റ്, എന്നാലും അവൻ എന്താക്കി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ നെക്സ്റ്റ് ആണ് പെർട്ടിക്കുലർലി. പെർട്ടിക്കുലർലി എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് എന്നുള്ള. ഐ എൻജോയ് ഓൾ കൈൻഡ് ഓഫ് മ്യൂസിക്. സ്പെഷ്യലായിട്ട് എനിക്ക് എന്ത് ഇഷ്ടമാണ്, ക്ലാസിക്കൽ ആൻഡ് ജാസ്. ക്ലാസിക്കൽ മ്യൂസിക് അവൻ എന്താണ് സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ്. സെയിം മീനിങ് തന്നെയാണ് എസ്പെഷ്യലി, പ്രത്യേകിച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഐ ലവ് ടു ട്രാവൽ എസ്പെഷ്യലി ടു എക്സോട്ടിക് പ്ലേസസ്. സ്പെഷ്യലായിട്ട് എനിക്ക് എന്താണ് ഇഷ്ടം, എക്സോട്ടിക് ആയിട്ടുള്ള പ്ലേസസ് ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. ഇൻഫാക്ട്. നെക്സ്റ്റ് ആണ് ഷീ ഈസ് ടാലന്റഡ് ആർട്ടിസ്റ്റ്. ഇൻഫാക്ട് ഷീ ഹാസ് വോൺ സെവറൽ അവാർഡ്സ്. അവളൊരു ടാലന്റഡ് ആർട്ടിസ്റ്റും ആണ്, അതുപോലെ തന്നെ ഇൻഫാക്ട് അതിനെ കൂടാതെ എന്തുവാണ് ഷീ ഹാസ് വോൺ സെവറൽ അവാർഡ്സ്. അതായത് അവളെ ഒരു ഊന്നി പറയുകയാണെന്ത് അവൾക്ക് കുറെ കൂടി അവാർഡ്സ് കിട്ടിയെന്നുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത് സീക്വൻസ്. സീക്വൻസ് എന്ന് വെച്ചാൽ ഓർഡറിൽ ഉള്ള കാര്യങ്ങളാണ് സീക്വൻഷ്യൽ ആയിട്ട് നമ്മൾ പറയാം. ദീസ് വേർഡ്സ് ഇൻഡിക്കേറ്റ് ദ ഓർഡർ ഇൻ വിച്ച് ഇവന്റ്സ് ഓർ ഐഡിയാസ് ഒക്കേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റ് ഓർഡർ ഇൻ വിച്ച് ഇവന്റ്സ് ഓർ ഐഡിയാസ് ഒക്കേഴ്സ്. ഓരോ കാര്യങ്ങൾ ഓർഡറിൽ പറയുന്ന ലിങ്കേഴ്സ് ആണ് എന്ത് സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ എളുപ്പമാണ്, നേരത്തെ പഠിച്ചാണ് ഫസ്റ്റ് വി നീഡ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലം. ആദ്യം നമ്മൾ എന്താക്കണം, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ്. നെക്സ്റ്റ് ദെൻ ശേഷം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹി സ്റ്റഡീഡ് ഫോർ ദ എക്സാം ആൻഡ് അതിനുശേഷം എന്ത് ചെയ്ത് ദെൻ വെന്റ് ഫോർ എ വാക്ക്. അവൻ എക്സാമിന് പഠിച്ചതിന് ശേഷം ഒരു വാക്കിന് പോയി. നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതിനുശേഷം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വി വിൽ ഹാവ് ലഞ്ച് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ. ആദ്യം നമുക്ക് എന്ത് കഴിക്കാം, ലഞ്ച് കഴിക്കാം, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഫൈനലി. ഫൈനലി എന്ന് വെച്ചാൽ അവസാനം. ഫൈനലി ദേ റീച്ച്ഡ് ആൻ അഗ്രിമെന്റ്. അവസാനം എന്തായി, ഒരു അഗ്രിമെന്റിലെത്തി. സോ ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ലിങ്കേഴ്സ്. സോ നമ്മളെ എക്സാമിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു ലിങ്കേഴ്സ് 100% ഷുവർ ആയിട്ട് എന്താവും വരും. സോ ഈ നമ്മളെ ലിങ്കേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ എക്സാമിന് എങ്ങനെയായിരിക്കും ചോദ്യം വരിക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, പിന്നെ
സോ എക്സാമിന് എങ്ങനെയായിരിക്കും വരിക? അതായത് വേർഡ്സ് തന്നിട്ട് അതിൽ മിസ്സിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് എടുത്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യണം. അപ്പോൾ ലിങ്കേഴ്സ് നമ്മൾ കറക്റ്റ് അതിന്റെ മീനിങ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.